സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏലിയാസ് ലീവ മൂശ കാലഘട്ടത്തിലെ 9-ാം ഞായറാഴ്ച സീറോ മലബാർ സഭ മിഷൻ സൺഡേ ആയിട്ട് ആചരിക്കുകയാണ്. മിഷൻ സൺഡേ, പ്രേക്ഷിത ഞായർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്നത് നമ്മുടെ ഇടവകയിലെ വേദപാഠം പഠിക്കുന്ന കുട്ടികളും മിഷൻ ലീഗ് പ്രവർത്തകരും നമ്മുടെ വീടുകളിൽ വന്ന് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, അതായത് അരി, കപ്പ, തേങ്ങ, പഴവർഗ്ഗങ്ങൾ, കായ്കനികൾ നമ്മൾ കൊടുക്കുന്നത് അവർ സ്വീകരിച്ച് പള്ളിയിൽ കൊണ്ടുപോയി ലേലം വിളിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും മിഷൻ സ്റ്റേഷനിലേക്ക് കൊടുത്ത് സഹായിക്കുന്ന, മിഷൻ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ദിനമായിട്ടാണ് നമ്മൾ ഈ മിഷൻ ഞായർ ആഘോഷിക്കുക. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ മിഷൻ ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക, ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ കടമയാണ്, ചുമതലയാണ് ക്രിസ്തുവിനെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുക, അവൻ്റെ ജീവിത മൂല്യങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അതിന് വലിയൊരു ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ വണക്കത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഈ വലിയ പ്രേക്ഷിതയെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. പരിശുദ്ധ അമ്മ തിരുസഭയുടെ വലിയൊരു പ്രേക്ഷിതയാണ്. ഈ ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത വലിയൊരു പ്രേക്ഷിത, ഈ ലോകത്തിന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത വലിയൊരു പ്രേക്ഷിതയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിസബത്ത് മറിയത്തെ കർത്താവിൻ്റെ അമ്മയായിട്ട് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ പറയും, മറിയത്തിൻ്റെ സാന്നിധ്യം വഴി, തൻ്റെ പ്രവർത്തനം വഴി പരിശുദ്ധ അമ്മ എലിസബത്തിന് കർത്താവിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന്. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഈ ലോകത്തിന്. നമ്മുടെ പ്രവർത്തനം വഴി, നമ്മുടെ സാന്നിധ്യം വഴി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വിലയുമില്ല. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധിയായ മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ തെരുവിൽ മരണാസന്നയായി കിടന്ന ഒരു സ്ത്രീയെ മദർ മടിയിൽ കിടത്തി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ മരണാസന്നയായ സ്ത്രീ കണ്ണുയർത്തി മദറിനെ നോക്കി പറഞ്ഞു, നിങ്ങൾ ദൈവമാണോ എന്ന്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മദർ തെരേസ തൻ്റെ സാന്നിധ്യം വഴി, തൻ്റെ പ്രവർത്തനം വഴി ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിത മൂല്യങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. ഈ വർഷം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, കൽക്കത്തയിലെ റാണാഘട്ടിൽ 72-കാരി കന്യാസ്ത്രീ മാനഭംഗത്തിന് ഇരയായ കാര്യം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ആ കന്യാസ്ത്രീയെ നമ്മുടെ ക്ലീമീസ് പിതാവ് ഒരു ഇൻ്റർവ്യൂ നടത്തിയത് ശാലോമിൽ ഞാൻ വായിച്ചു. അവിടെ ക്ലീമീസ് പിതാവിനോട് ആ കന്യാസ്ത്രീ പറയുന്നത് ഇപ്രകാരമാണ്: എന്നെ പീഡിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന്. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന മുഖം
കാണിച്ചു കൊടുത്ത വലിയൊരു വ്യക്തി. എത്രയോ വ്യക്തികളുണ്ട് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മുഖങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇന്നും ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയെ ഈ ലോകത്തിൻ്റെ മനസാക്ഷിയായിട്ട് കരുതുന്നത്? ഞാൻ പറയും, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ ഒരു നിയമമുണ്ടാകുമ്പോൾ മാർപ്പാപ്പയുടെ സ്വരമാണ്, കത്തോലിക്ക സഭയുടെ സ്വരമാണ് ജനം നോക്കുന്നത്. അതിന് കാരണം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈ മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു അരിയോ അല്ലെങ്കിൽ സാധനങ്ങളോ പഴവർഗ്ഗങ്ങളോ കൊടുത്ത് ഈ മിഷൻ ലീഗ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ നമ്മുടെ വേദപാഠം പഠിക്കുന്ന കുട്ടികളുടെ ഒരിക്കലും മാറാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥം. സ്നേഹമുള്ളവരെ, സുവിശേഷം ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ജേക്കബ് എന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെടുവാൻ ഇടയായി. അദ്ദേഹം ബാംഗ്ലൂരിൽ കിഡ്വായി എന്ന ക്യാൻസർ ഹോസ്പിറ്റലിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എൻജിനീയറാണ്, സിവിൽ എൻജിനീയർ. അദ്ദേഹത്തിന് കിട്ടുന്ന 85% ശമ്പളം ഈ പാപങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി, ഈ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയും അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയും അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ യാത്ര ചെയ്യ്, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കാറിൽ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെഡ് സിഗ്നലിൻ്റെ അവിടെ വണ്ടി നിർത്തിയപ്പോൾ അദ്ദേഹം ഡ്രൈവറിനോട് പറഞ്ഞു, സിഗ്നൽ വരുമ്പോൾ, ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ വണ്ടി മുന്നോട്ട് വിട്ടോളുക, ഞാനിപ്പോൾ വരാം, ഡിക്കി ഒന്ന് തുറക്കുക. അദ്ദേഹം ഡിക്കി തുറന്നു. ആ ജേക്കബ് എന്ന വ്യക്തി കുറേ പുസ്തകങ്ങൾ, ബൈബിളുകൾ, പല ഭാഷകളിലുള്ള ബൈബിളുകൾ, കന്നഡ, ഹിന്ദി, തെലുങ്ക്, ബംഗാളി തുടങ്ങിയ ഭാഷകളിലുള്ള കുറച്ച് പുസ്തകങ്ങൾ, ബൈബിൾ എടുത്തുകൊണ്ട് അദ്ദേഹം ആ സിഗ്നലിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം പോലീസുകാരനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നു, ഈ വെയിലത്തും മഴയത്തും ഞങ്ങൾക്ക് സൗകര്യമായി യാത്ര ചെയ്യുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു, ഞാനൊരു സമ്മാനം തരട്ടെ എന്ന്. അത് ഒരു ബൈബിളാണ്. ആ പറഞ്ഞ നിമിഷം ആ പോലീസുകാരൻ തൻ്റെ ഷൂ അഴിച്ചു മാറ്റിയിട്ട് വിനയപൂർവ്വം കുമ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ കന്നഡ ബൈബിള് മേടിച്ചു. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ, നമ്മൾ സുവിശേഷം ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. നോർത്ത് കൊറിയയിൽ സുവിശേഷം പ്രഘോഷിച്ചവൻ്റെ നെഞ്ചത്ത് സുവിശേഷം വച്ചിട്ട് വെടിവെച്ച് കൊല്ലും. ആ അവസരത്തിൽ അവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരുണ്ട്. എന്തിനും നമ്മൾ ഈ ഭാരതത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, സുവിശേഷ പ്രഘോഷണം നിരോധിച്ചിട്ടില്ല, എന്നിട്ടും നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ മടി കാണിക്കുന്നു. ഈ മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം നടത്തണം. എൻ്റെ സാന്നിധ്യം വഴി, എൻ്റെ പ്രവർത്തനം വഴി ക്രിസ്തുവിനെ എനിക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? പാപങ്ങളുടെ അമ്മയായ മദർ തെരേസയുടെ ആ നീലക്കരയുള്ള ഡ്രസ്സ് കണ്ടാൽ ഇന്ന് ക്രിസ്തുവിനെ ഈ ലോകം എമ്പാടും ഓർക്കും. അതുപോലെ ഞാൻ എന്ന വ്യക്തിയെ കാണുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയെ കാണുമ്പോൾ ഈ ലോകം ക്രിസ്തുവിനെ അനുസ്മരിക്കണം. നമ്മുടെ പ്രവർത്തനം വഴി, നമ്മുടെ സാന്നിധ്യം വഴി ക്രിസ്തുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമാകും. ഈ മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ഞാൻ മുറുകെ പിടിക്കും. ക്രിസ്തുവിൻ്റെ ആ കരുണയുടെ മുഖം, ക്ഷമയുടെ മുഖം, സ്നേഹത്തിൻ്റെ മുഖം, എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള ആ മുഖം
ഈ ലോകത്തിന് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന ആ വലിയ മനോഭാവത്തിലേക്ക് നമുക്ക് വളർന്നു വരാം. ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.